എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി നോർത്ത് ഇന്ത്യയിലൊക്കെ നല്ല ഫേമസ് ആയിട്ടുള്ള ബട്ടൂറയുടെ റെസിപ്പിയാണ്. ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടെ നമ്മുടെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് കൂടി ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. തയ്യാറാക്കാനായിട്ട് ഒരു ബൗളിലേക്ക് 2 കപ്പ് മൈദ ചേർത്ത് കൊടുക്കുക. ഇപ്പം ഞാൻ 250 ml കപ്പിന് 2 കപ്പ് മൈദയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ 2 ടേബിൾ സ്പൂൺ റവ ചേർത്ത് കൊടുക്കുക. റവ ഇപ്പോൾ വറുത്തതോ വറുക്കാത്തതോ ആയിട്ടുള്ള റവ ചേർത്ത് കൊടുക്കുക. 1/4 കപ്പ് തൈരും 2 ടേബിൾ സ്പൂൺ ഓയിലൂടി ചേർത്ത് കൊടുക്കുക. വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കരുത്, ഓയിൽ തന്നെ ചേർത്ത് കൊടുക്കണം. ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുക. 1/2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ആദ്യം ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം കുറേശ്ശെ വെള്ളം ഒഴിച്ച് ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. വെള്ളം ഒഴിച്ച് കൊടുക്കുമ്പോൾ ഒരുപാടങ്ങ് കൂടിപ്പോകരുത്, കാരണം തൈര് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളതാണ്. അത് കാരണം ഒരു ചെറിയ വെള്ളമയം കാണും. അതുകൊണ്ട് വെള്ളം കൂടി പോകാതെ നോക്കണം. ചപ്പാത്തിക്കൊക്കെ മാവ് കുഴക്കില്ല, ആ ഒരു പരുവത്തിനൊന്ന് കുഴച്ചെടുത്താൽ മതി. നല്ല സോഫ്റ്റ് ആയിട്ട് കുഴച്ചെടുക്കണം. ഇതിൻ്റെ മുകളിലോട്ട് കുറച്ച് ഓയിലൂടി ഒന്ന് തൂത്ത് കൊടുത്ത ശേഷം 1 മണിക്കൂർ ഇതിനെ ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം. ഇതിപ്പോൾ ഇവിടെ 1 മണിക്കൂറായിട്ടുണ്ട്. നമ്മുടെ മാവ് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഓരോ ബോൾസ് ആക്കി എടുക്കാം. ഇനി ഇതൊന്ന് പരത്തി എടുക്കാനായിട്ട് ഒരു ചപ്പാത്തി പലകയിലേക്ക് കുറച്ച് മൈദ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഓരോ ബോൾസും വെച്ച് ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് റൗണ്ട് ഷേപ്പ് വേണമെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഈ ഒരു ഷേപ്പിലാണ് പരത്തിയെടുത്തിട്ടുള്ളത്. ഒരുപാട് അങ്ങ് കട്ടി കുറച്ച് പരത്തിയെടുക്കരുത്. ഇനി എണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വരുന്ന സമയം നമുക്ക് ഓരോന്നും ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. പെട്ടെന്ന് തന്നെ ഇതുപോലൊന്ന് പൊങ്ങി കിട്ടും കേട്ടോ. മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മളിത് റെഡിയാക്കി എടുക്കാനായിട്ട്. എങ്കിലേ നമുക്കിത് നന്നായിട്ട് ഇതുപോലെ പൊങ്ങി കിട്ടും. ഇതുപോലൊന്ന് പൊങ്ങി വന്നു കഴിയുമ്പോൾ നമുക്കിതൊന്ന് തിരിച്ചിട്ട് മറ്റേ സൈഡ് ഇതുപോലെ കളർ മാറി വരുന്ന സമയം നമുക്ക് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ ബാക്കിയും കൂടി ഒന്ന് ചെയ്തെടുക്കാം. നമ്മളിത് ഉണ്ടാക്കുന്ന സമയത്ത് നിങ്ങൾക്ക് തോന്നും നമ്മൾ പൂരിയുടെ ഒരു ടേസ്റ്റ് ആയിരിക്കും ഇതിനെന്ന്. പക്ഷേ ഒരിക്കലും ഒരു ഡിഫറെൻറ്റ് ടേസ്റ്റാണ് ഇതിന്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു പലഹാരമാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ സിമ്പിളാണ് നമുക്കിത് തയ്യാറാക്കിയെടുക്കാനും. നമുക്കിതുപോലെ പൊങ്ങി വരുന്നത് കൊണ്ട് തന്നെ ഇതിൻ്റെ ഉൾഭാഗമൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ മനസ്സിലാകും എത്ര സോഫ്റ്റ് ആയിട്ടാണ് ഉണ്ടാകുന്നതെന്ന്. അപ്പോൾ ഒരു തവണയെങ്കിലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് കൂടി ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നല്ലൊരു റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.